Hi. Next, we are going to see the pyroxene group. Okay, and the general formula in x 1 minus p, y 1 plus p, z2 O6 എന്നാണ്. അല്ലെങ്കിൽ എക്സ് സൈറ്റിൽ ഉണ്ടാവുക സി എയും എൻ എയും ആയിരിക്കും. അതായത് എക്സ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒന്നുകിൽ സി എ ആണ് അല്ലെങ്കിൽ എൻ എ ആയിരിക്കും. വൈ സൈറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എം ജി, എഫ് ഇ, എം എൻ, ലിത്തിയം, നിക്കൽ, അലുമിനിയം, ഫെറിക് അയൺ, Fe3+, ക്രോമിയം, ടൈറ്റാനിയം ഇതൊക്കെയാണ്. Z2 എന്ന് നമ്മൾ പറയുമ്പോൾ സെഡ് ചിലപ്പോൾ സിലിക്കൺ, മിക്കവാറും കേസിൽ സിലിക്കണാണ്, ചിലപ്പോൾ അലുമിനിയം കൂടി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഓർത്തോറോംബിക് പൈറോക്സിൻസിലാണെങ്കിൽ P = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോറോംബിക് പൈറോക്സിനിൽ സി എയോ എൻ എയോ പൊതുവെ കാണില്ല. അതുകൊണ്ടാണ് 1 മൈനസ് പി, പി 1 ആയി കഴിഞ്ഞാൽ 1 മൈനസ് 1 0, എക്സ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സൈറ്റിൽ കാറ്റയോൺസ് ഇല്ല. വൈ എന്ന് പറയുന്നത് 1 പ്ലസ് പി ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് Mg2Si2O6 എന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ Fe2Si2O6 എന്ന് പറയുന്ന ഇത് കിട്ടുന്നത്. സെഡ് അലുമിനിയം ആവാം, സിലിക്കൺ ആവാം, മിക്കവാറും കേസിൽ സിലിക്കൺ ആണ്. അത് അലുമിനിയം ആയിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ ഒരു മോണോവാലൻ കാറ്റയോൺ വന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. ഈ 4 പകരം 3 ആഡ് ചെയ്യുമ്പോൾ ആ വാലൻസി അത് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ 4 കോർണേഴ്സ് കണ്ടിന്യൂസ് ചെയിൻസ് ആയിട്ടാണ് വരിക. 1:3 ആണ് സിലിക്കൺ ഓക്സിജൻ റേഷ്യോ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഐനോസിലിക്കേറ്റ് സിംഗിൾ ചെയിൻ്റെ സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട സിംഗിൾ ചെയിൻ സ്ട്രക്ചറാണ് ഇത് മുഴുവനായിട്ട്. അതായത് ഓർത്തോപൈറോക്സിൻ ആവട്ടെ, ക്ലൈനോപൈറോക്സിൻ ആവട്ടെ, ഇത് മുഴുവനായിട്ടും ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐനോസിലിക്കേറ്റ് സിംഗിൾ ചെയിൻ സ്ട്രക്ചറാണ്. അതിൽ ആദ്യത്തെയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് സീരീസ് ആയിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുന്നത്, ഓർത്തോപൈറോക്സിൻസ് ആൻഡ് ക്ലൈനോപൈറോക്സിൻ. അതിൽ ആദ്യത്തെ ഓർത്തോപൈറോക്സിൻ ഇതാണ്. അത് ഒരു സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉൽവിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഫോസ്ട്രൈറ്റ് ഫൈലൈറ്റ് സീരീസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എൻസ്റ്ററ്റൈറ്റ് ഫെറോസിലൈറ്റ് സീരീസ് ആണ്. അതായത് എൻസ്റ്ററ്റൈറ്റ് എന്ന് പറയുന്ന മഗ്നീഷ്യം എൻ മെമ്പർ, ഫെറോസിലൈറ്റ് എന്ന് പറയുന്ന അയൺ എൻ മെമ്പർ. അപ്പോൾ അതുകൊണ്ട് എൻസ്റ്ററ്റൈറ്റ് ഫെറോസിലൈറ്റ് സീരീസിനെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കൊരു ജനറൽ ഫോർമുല Mg Fe2+Si2O6. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി അറിയാം സി എയോ എൻ എയോ ഒന്നുമില്ല, വൈ സൈറ്റിൽ മാത്രമേ മിനറൽ മെറ്റീരിയലുള്ള എലമെൻ്റ് ഉള്ളൂ. The orthorhombic pyroxenes belong to a solid solution series in which the Mg N member is enstatite and Fe N member is ferrosilite. അപ്പോൾ അവിടെ നോക്കിയാൽ തന്നെ അറിയാം എൻസ്റ്ററ്റൈറ്റ് എന്ന് പറയുന്നത് Mg2Si2O6 ആണ്. മുഴുവനായിട്ടും ഇതാണ് മഗ്നീഷ്യം ആണുള്ളത്. അത് ബ്രോൺസ് സൈറ്റിലേക്ക് വരുമ്പോഴേക്കും എന്താ വെച്ചാൽ മഗ്നീഷ്യം 1 അയൺ 1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് MgFeSi2O6 ആണ്. അത് ഹൈപ്പർസ്റ്റീനിലേക്ക് എത്തുമ്പോഴേക്കും അയണിൻ്റെ കണ്ടന്റ് മഗ്നീഷ്യത്തിനേക്കാൾ കൂടുന്നു. അതുകൊണ്ട് നമ്മൾ ഇത് എഴുതുന്നത് FeMgSi2O6 എന്നാണ്. ഓക്കെ, അത് ഫെറോസിലൈറ്റ് എത്തുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി അയൺ എൻ മെമ്പറായി മാറി. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം എൻസ്റ്ററ്റൈറ്റ് Mg2Si2O6 ആണ്, ഫെറോസിലൈറ്റ് ആകുമ്പോഴേക്കും ഇത് Fe2Si2O6 ആണ്. ഇതിൻ്റെ ഒരു കളർ, മഗ്നീഷ്യം എൻ മെമ്പേഴ്സ് ആർ കളർലെസ്, ഗ്രേ, ഗ്രീൻ, യെല്ലോ, ബ്രൗൺ, കളർലെസ് ഇൻ തിൻ സെക്ഷൻ. അയൺ റിച്ച് മെമ്പേഴ്സ്, അതായത് അയണിൻ്റെ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ വളരെ ബ്രൈറ്റ് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ട് മാറുകയാണ്. ഓക്കെ, optical and physical properties. There is very good coordination between the optical properties and chemical composition of the orthopyroxene series. Many orthorhombic pyroxenes, but partially those of bronzite and hyperstine composition, display a characteristic pink-green pleochroism. ഈ ഹൈപ്പർസ്റ്റീനെ പറയുന്നത് തന്നെ ഇത് പ്ലിയോക്രോയിക് ഓർത്തോപൈറോക്സിൻ എന്നാണ്. അപ്പോൾ അത് നല്ല പിങ്ക് ഗ്രീൻ പ്ലിയോക്രോയിസം തരും. The orthopyroxenes ആണ്. Volcanic rocks are commonly zoned and have അത് വോൾക്കാനിക് റോക്കിൽ കിട്ടുന്നതനുസരിച്ച് പെട്ടെന്ന് കൂൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് ചോദിച്ചാൽ സോണിൽ കോറിൽ മഗ്നീഷ്യവും അതിനെ പൊതിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മാർജിൻസിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഒരു കൊറോണ അല്ലെങ്കിൽ ഒരു ബാൻഡഡ് സ്ട്രക്ചറുകളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഈ മഗ്നീഷ്യം എൻ മെമ്പർ ഓഫ് ദ സീരീസ് occur at least 3 polymorphic forms. മഗ്നീഷ്യം എൻ മെമ്പർ, അതായത് എൻസ്റ്ററ്റൈറ്റ് നമ്മൾ പറഞ്ഞാൽ അതിന് ലോ ടെമ്പറേച്ചർ ഓർത്തോ എൻസ്റ്ററ്റൈറ്റ് ഉണ്ട്, അതേ കോമ്പോസിഷനിൽ ഹൈ ടെമ്പറേച്ചറിൽ പ്രോട്ടോ എൻസ്റ്ററ്റൈറ്റ് ഉണ്ട്. ഇത് രണ്ടും ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ഓർത്തോറോംബിക് സിസ്റ്റത്തിലാണ്. അതുപോലെ തന്നെ ക്ലൈനോ എൻസ്റ്ററ്റൈറ്റും ഉണ്ട്, മോണോക്ലിനിക് സിസ്റ്റത്തിൽ. എൻസ്റ്ററ്റൈറ്റ് ആണ് കോമ്പോസിഷൻ, പക്ഷേ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ഇതിലാണ്. അങ്ങനെ 3 പോളിമോർഫിക് ഫോം ഉണ്ട് Mg റിച്ച് മെമ്പേഴ്സ്. Enstatite is stable up to 985 degrees Celsius, and above that temperature it changes to proto-enstatite. Okay, high temperature proto-enstatite.
Protoenstatite melts incongruently to phosphate and a liquid at 1500. എന്നിട്ട് വീണ്ടും നമ്മൾ ചൂടാക്കുകയെന്ന് വിചാരിക്കുക. പ്രോട്ടോൻസ്റ്റേറ്റൈറ്റ് അപ്പോൾ എന്ത് ചോദിച്ചാൽ അത് ഫോസ്ട്രൈറ്റും സിലിക്കയുമായിട്ട് മാറും. ഇതാണ് പ്രോട്ടോൻസ്റ്റേറ്റൈറ്റ് Mg2Si2O6. ഇത് Mg2SiO4 നമ്മൾ നേരത്തെ പഠിച്ച ഫോസ്ട്രൈറ്റ് ഒലുവിൻ അല്ലെങ്കിൽ മെഗ്നീഷ്യം ഒലുവിനാണ്. ഇത് ക്വാർട്സ് റിച്ച് ലിക്വിഡാണ്, സിലിക്ക ലിക്വിഡ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ദാറ്റ് ഈസ് എൻസ്റ്ററ്റൈറ്റ്, ഷോർട്ട് പ്രിസ്മാറ്റിക് ഹാബിറ്റ്. ഇനി അതിങ്ങനെ വായിച്ചു പോകുന്നില്ല. യു കെൻ ജസ്റ്റ് സി what are all the properties in this section. And എൻസ്റ്ററ്റൈറ്റ് എന്താ വെച്ചാൽ പ്രിസ്മാറ്റിക് ഹാബിറ്റ് ആണ്, 2 ഡയറക്ഷണൽ ക്ലീവേജ് ആണ്, നോൺ പ്ലിയോക്രോയിക് ആണ്, പാരലൽ എക്സ്റ്റൻഷൻ ആണ്. ബ്രോൺസൈറ്റിലേക്ക് വരുമ്പോഴേക്കും അത് പെർഫെക്റ്റ് ക്ലീവേജ് തന്നെയാണ്. ഇതിൽ മെഗാസ്കോപ്പിക്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ വളരെ മെറ്റാലിക് ക്ലസ്റ്റർ. നമ്മൾ ശരിക്കും ഒരു ചെമ്പ്, പുതിയൊരു ചെമ്പിൻ്റെ പാത്രം കൊണ്ടുവന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരു പിച്ചള ചെമ്പൊക്കെ തരുന്ന മെറ്റാലിക് ക്ലസ്റ്റർ, നല്ല ബ്രൈറ്റ് മെറ്റാലിക് ക്ലസ്റ്ററാണ്. ഹാർഡ്നെസ് 5.5 to 6. In thin section, this bronzite is colorless to light yellowish brown, perfect cleavage, Schiller structure is prominent. ഇത് പെറോക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഷില്ലറോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അയൺ ഓക്സൈഡ് കോൺസെൻട്രേറ്റ് ഓൺ ദ ക്ലീവേജ് പ്ലെയിൻ ഗെറ്റിംഗ് എ ഡാർക്ക് ലൈൻ ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ. അതായത് അയൺ ഓക്സൈഡൊക്കെ തന്നെ ക്ലീവേജ് പ്ലെയിനിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു ഷൈനിങ് അപ്പിയറൻസും തരും, ഒരു ഡാർക്ക് ലൈനായിട്ട് കാണും. ഓക്കെ, അപ്പോൾ അത് സ്ലൈറ്റ്ലി പ്ലിയോക്രോയിക് ആണ്, എക്സ്റ്റിങ്ഷൻ ഇൻക്ലൈൻഡ് ആണ് up to 10 degree and it is optically negative. Hyperstene ആണെങ്കിൽ short prismatic habit, yellowish brown color, perfect cleavage, hardness 5 to 6. In thin section it is pale green or pale red in color, cleavage and Schiller structure common. Pleochroism, it is highly pleochroic, pale green to pale red ആണ് കളർ pleochroism തരുന്നത്. That is straight extinction, optically negative. Ferrocylate is very rare in nature.